പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രൊപ്പഗൻഡയുടെ ഭാഗമായി ജനുവരി 20-ാം തീയതിയത്തെ മാധ്യമം പത്രത്തിൽ അതിൻ്റെ എഡിറ്റ് പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ ലേഖനം മറ്റൊന്നുമല്ല, വിമോചന സമരകാലത്ത് സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ഹിന്ദുത്വയുടെ ആചാര്യനായ സവർക്കർ പിന്തുണച്ചിരുന്നു എന്ന് യാതൊരു അവലംബവുമില്ലാതെ സ്ഥാപിക്കാനുള്ള ഒരു പ്രൊപ്പഗൻഡ യുദ്ധത്തിൻ്റെ ഭാഗമായ, പ്രചാരവേലയുടെ ഭാഗമായ ലേഖനമായിരുന്നു മാധ്യമം പ്രസിദ്ധീകരിച്ചത്. നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് വിമോചന സമരകാലത്ത് സംഘപരിവാർ യഥാർത്ഥത്തിൽ എന്തു ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ്. ജനുവരി 20 മാധ്യമം ഡെയിലിയിൽ അതിൻ്റെ എഡിറ്റ് പേജിൽ വന്ന ലേഖനം EMS സർക്കാരിന് വിമോചന സമരകാലത്ത് ഹിന്ദുത്വവാദികൾ പിന്തുണച്ചിരുന്നു, അത് സമർത്ഥിക്കാനുള്ള വളരെ ഹീനമായ, ഒരു തരത്തിലും സത്യസന്ധമായ ഒരു മാധ്യമ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ശ്രമമാണ് ആ ലേഖനം. തീവ്ര വലതുപക്ഷ ശക്തികൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതീവ നീചമായ പ്രചാരണ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചരിത്രത്തിൻ്റെ യാതൊരടിസ്ഥാനവുമില്ലാത്ത ഇങ്ങനത്തെ ഒരു ലേഖനം മാധ്യമം പത്രത്തിൽ അച്ചടിച്ച് വിട്ടത്. കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ഡോളറുകൾ ഒഴുക്കി അമേരിക്കൻ CIA ആസൂത്രണത്തിലും കാർമ്മികത്വത്തിലും നടന്നതാണ് വിമോചന സമരം. അതിൽ സർവജാതി മത പിന്തിരിപ്പൻ ശക്തികളും കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണത്തിനും സാർവത്രികമായ വിദ്യാഭ്യാസ അവകാശം, അതായത് വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും എതിരായി നടത്തിയ ഒരു പ്രതിവിപ്ലവമായിരുന്നു, പ്രതിലോമകരമായ ഒരു ജനാധിപത്യ അട്ടിമറിയായിരുന്നു വിമോചന സമരം. ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംരക്ഷിക്കാൻ ഹിന്ദുത്വാചാര്യൻ സവർക്കർ ആവശ്യപ്പെട്ട് ഇരുന്നു എന്നത് ചരിത്രവുമായി യാതൊരു ബന്ധവും, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, വസ്തുതകളുടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നുണപ്രചരണമാണ്. വിമോചന സമരത്തിൽ ഹിന്ദു മഹാസഭയും RSSും ജനസംഘവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജാതിമത പിന്തിരിപ്പൻ മുന്നണിക്കൊപ്പമായിരുന്നു. അക്കാലത്തെ മാതൃഭൂമി, മനോരമ, ദീപിക തുടങ്ങിയ പത്ര റിപ്പോർട്ടുകൾ മാത്രം അതിന് വേണ്ടത്ര തെളിവുകളായി ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുമ്പിലുണ്ട്. വിമോചന സമരത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കോട്ടയത്തെ തിരുനക്കര മൈതാനിയിൽ നടന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജാതി മത സമുദായ ശക്തികളുടെ സമ്മേളനം ആരാ ഉദ്ഘാടനം ചെയ്തത്? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അക്കാലത്ത് RSS പ്രചാരക്ക് മാത്രമായിരുന്ന ജനസംഘ നേതാവ് വാജ്പേയിയാണ് കോട്ടയത്ത് വന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം അവരണിനിരന്ന സമ്മേളനം തിരുനക്കരയിൽ ഉദ്ഘാടനം ചെയ്തത് വാജ്പേയിയാണ്. വിമോചന സമരകാലത്ത് സംഘപരിവാറുകാർ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും മറ്റ് പിന്തിരിപ്പൻ സാമുദായിക ശക്തികൾക്കുമൊപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള പണിയിലായിരുന്നു, വിമോചന സമരത്തിൻ്റെ പാളയത്തിലായിരുന്നു. ചരിത്രത്തിൻ്റെ ഈ അനിഷേധ്യമായ വസ്തുതയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ അന്ധതയിൽ മാധ്യമം ലേഖനം മറച്ചു പിടിക്കാൻ നോക്കുന്നത്. KM ഷാജി തലശ്ശേരി കലാപം ആസൂത്രണം ചെയ്തത് പിണറായി വിജയനാണെന്ന് ആരോപിച്ച് സംഘപരിവാറുകാരെ കുറ്റമുക്തരാക്കുന്നത് പോലെ മാധ്യമം ലേഖകനും വിമോചന സമരമെന്ന സ്വാതന്ത്ര്യാനന്തര കേരളം കണ്ട ഏറ്റവും ഭീകരമായ ജനാധിപത്യ വിരുദ്ധ സമരത്തിൽ RSS ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിച്ച് ആ ഫാസിസ്റ്റ് ശക്തികളെ
വിമുക്തരാക്കാനാണ് ഈ ഒരു ലേഖനത്തിലൂടെ നോക്കുന്നത്. നാണം കെട്ട കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെയും സംഘപരിവാർ സേവയുടേതുമായ ഇത്തരം അശ്ലീല സാഹിത്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ തിരിച്ചറിയും, അർഹിക്കുന്നവജ്ഞയോടെ തള്ളിക്കളയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നു മാത്രമല്ല, 1959 വിമോചന സമരത്തെ തുടർന്ന് ഭരണഘടനയുടെ 356 വകുപ്പനുസരിച്ച് നെഹ്റു സർക്കാർ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്കൊപ്പം നിൽക്കുകയാണ്. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെ ജനസംഘക്കാർ ചെയ്തത് 1960 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച EMSനെതിരായി ജനസംഘ സ്ഥാനാർത്ഥിയായി ഒരു ഗോവിന്ദമേനോൻ നാമനിർദ്ദേശ പത്രിക നൽകിയതാണ്. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്നും അതുവഴി EMS ജയിക്കുന്ന സാഹചര്യമുണ്ടാവുമെന്നും കണ്ട് AICC നേതൃത്വം ഇടപെട്ടാണ് അക്കാലത്തെ ജനസംഘത്തിൻ്റെ നേതാവായ ദീനദയാൽ ഉപാധ്യായ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആലോചനയെ തുടർന്നായിട്ടാണ് ഈ ഗോവിന്ദമേനോൻ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പിൻവലിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജനസംഘത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഒന്നിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി പട്ടാമ്പി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയെന്നതാണ് ചരിത്രം. ഇപ്പോൾ മാധ്യമ ലേഖകൻ സവർക്കറുടെ ജീവചരിത്ര കൃതിയിലെ ചരിത്രവുമായി യാഥാർത്ഥ്യവും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വീമ്പിളക്കൽ പൊക്കിയെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുത്വവാദികളിലും തമ്മിൽ പണ്ട് മുതലേ ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള വളരെ കുത്സിതമായ, വളരെ കുടിലമായ ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാനും ആക്ഷേപിക്കാനും എന്തുമാകാമെന്ന മക്കാർത്തിയൻ പ്രചാരണ തന്ത്രമാണിത്. അമേരിക്കൻ സെനറ്ററായ മക്കാർത്തിയാണ് ശീതയുദ്ധകാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പ്രത്യയശാസ്ത്രവും പദ്ധതിയും ആവിഷ്കരിച്ചത്. ചരിത്രത്തെയും വസ്തുതകളെയും അജ്ഞതയിൽ നിർത്തി കേരളം കണ്ട ഏറ്റവും ഭീകരമായ ജനാധിപത്യ വിരുദ്ധതയുടെയും തീവ്ര വലതുപക്ഷ ഉത്ഥാനത്തിൻ്റെയും ചരിത്രത്തെ അതിൻ്റെ ഇരകളായ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ ഒരു അപനിർമ്മാണത്തിന് വിധേയമാക്കുകയാണ്. അതിനുള്ളൊരു ശ്രമമാണ്, വളരെ വൃത്തികെട്ട ഒരു ശ്രമമാണ്. മാധ്യമ ധർമ്മം ഒരു കാരണവശാലും അംഗീകരിക്കാത്തൊരു ശ്രമമാണ് ഈ ലേഖനം. ചരിത്രത്തെ തങ്ങൾക്കാവശ്യമായ രീതിയിൽ വളച്ചൊടിക്കുന്ന സംഘികളുടെ ആചാര്യനെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓർഗനായിട്ടുള്ള പത്രമായിട്ടുള്ള മാധ്യമം വസ്തുതകളും ചരിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആരോപണം എടുത്തിട്ടത്. യേശുവെങ്കിൽ ഏശട്ടെ എന്ന നുണയൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തന്ത്രമാണ് മാധ്യമം പയറ്റി നോക്കിയത്. വിമോചന സമരകാലത്ത് EMS സർക്കാരിനെ പിന്തുണയ്ക്കാൻ സവർക്കർ ആവശ്യപ്പെട്ടിരുന്നു എന്ന് സ്ഥാപിക്കാൻ മാധ്യമ ലേഖകൻ ഉദ്ധരിച്ചത് സവർക്കറുടെ ജീവചരിത്ര കൃതിയാണെന്നത് യാദൃശ്ചികമായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ വർഗീയവാദികളും മതരാഷ്ട്രവാദികളും ഒരേ ആശയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിൻപറ്റുകാരാണ്. സവർക്കറുടെ ജീവിതം പോലെ തന്നെ സമ്പൂർണമായ വീമ്പിളക്കലും വീരവാദങ്ങളും നിറച്ച ഒരു അസംബന്ധ കൃതിയാണ് ധനഞ്ജയ കീർ എഴുതിയിട്ടുള്ള, RSSന് വേണ്ടി എഴുതിയിട്ടുള്ള സവർക്കറുടെ ജീവചരിത്ര കൃതി. അതിൽ കേരളത്തിലെ ക്രൈസ്തവ മത മേധാവിത്വത്തെ ഇല്ലാതാക്കാൻ EMS സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് സഹായകരമാവുമെന്ന് കണ്ടാണ് EMS സർക്കാരിനെ സംരക്ഷിക്കാൻ ഹിന്ദുത്വാചാര്യൻ സവർക്കർ നിർദ്ദേശം നൽകിയതെന്നാണ് ധനഞ്ജയ കീർ എഴുതി വച്ചിട്ടുള്ളത്. അതാണ് മാധ്യമ ലേഖൻ കുഴിച്ചെടുത്ത് മൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് പറയുന്നത്. RSS ജനസംഘം കക്ഷികൾ ഉൾപ്പെടെ സർവ്വ വലതുപക്ഷ പിന്തിരിപ്പന്മാരും വിമോചന സമരത്തിനായി ഒന്നിച്ചവരായിരുന്നു എന്ന ചരിത്രത്തെക്കുറിച്ച് ഈ ലേഖകൻ കൗശലപൂർവം മൗനം പാലിക്കുകയാണ്. ആ മൗനം കുറ്റകരമാണ്, മാധ്യമനീതിക്ക് നിരക്കുന്നല്ല. ആദ്യഘട്ടത്തിൽ EMS സർക്കാരിൻ്റെ ഭൂപരിഷ്കരണ നടപടികളോട് എതിർപ്പ് പ്രകടിപ്പിച്ച പല സാമുദായിക നേതാക്കളും വിദ്യാഭ്യാസ ബില്ലിനോട് ആഭിമുഖ്യം കാണിച്ചിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. മന്നത്ത് പത്മനാഭനും R ശങ്കറും ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കൾ വിദ്യാഭ്യാസ ബില്ലിന് അനുകൂലമായിരുന്നുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം എല്ലാവരും സർക്കാരിനെതിരായി ഉള്ള സമരത്തിൽ ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. നിയമനത്തിൽ ജാതി സംവരണം വേണമെന്ന് പറഞ്ഞ പിന്നോക്ക ജാതി സംഘടനകൾ വരെ കമ്മ്യൂണിസ്റ്റ് വിരോധം മൂലം കത്തോലിക്ക സഭയും NSSും മുസ്ലിം ലീഗും എല്ലാം ചേർന്ന വിമോചന സമര മുന്നണിയിൽ ഒപ്പം ചേരുകയായിരുന്നു. കേരളത്തിൽ വേര് പിടിപ്പിക്കാനുള്ള RSSൻ്റെ തന്ത്രങ്ങളിലാണ് ഹിന്ദു മഹാമണ്ഡലം ഉൾപ്പെടെ രൂപീകരിക്കാനുള്ള ആലോചനകളും നീക്കങ്ങളും നടന്നത്.
അതിനെ എല്ലാം SNDPയിലെയും NSSലെയും തന്നെ മതനിരപേക്ഷ നിലപാടുകൾ പുലർത്തുന്നവർ അംഗീകരിക്കില്ലെന്ന് വന്നപ്പോഴാണ് ശങ്കരനും മന്ദത്തിനും അത്തരം നീക്കങ്ങളിൽ നിന്ന് ഹിന്ദു മഹാമണ്ഡലം പോലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നത്. ശങ്കർ KPCCയുടെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് ഹിന്ദു മഹാമണ്ഡലത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ പങ്കാളിയായെന്നതും കേരളത്തിലെ കോൺഗ്രസിൻ്റെ RSS ബാന്ധവത്തിൻ്റെ ചരിത്രവുമായി ചേർത്തുകൂടി വായിക്കേണ്ടതാണ്. EMS സർക്കാരിൻ്റെ പ്രോജ്വലമായ നേട്ടമാണ് 1959 പാസാക്കിയ കാർഷിക ബന്ധ ബിൽ. ഫ്യൂഡൽ ബന്ധങ്ങളുടെ തലയറുത്ത കാർഷിക ബന്ധ നിയമം ചൂഷണത്തിൻ്റെ കുടിയടയാളമായി നിലനിന്നിരുന്ന ജന്മിത്വത്തിന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ അറുതി വരുത്തി. കേരളത്തിലെ ഫ്യൂഡൽ ഉൽപ്പാദന ബന്ധങ്ങളെ ബ്രഹ്മസ്വം ദേവസ്വം സ്വത്തുടമാ ബന്ധങ്ങൾ കീഴ്മേൽ മറിച്ച ഭൂപരിഷ്കരണ ബില്ല് സാധാരണക്കാരനെ മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ദീർഘനാളത്തെ അവരുടെ ആവശ്യമായിരുന്ന കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തെ ത്വരിതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് സർവ്വജാതി മത ഫ്യൂഡൽ പ്രമാണിമാരെയും പ്രകോപിപ്പിച്ചത്. അവരാണ് തെരുവുകളിലിറങ്ങി പാളയിൽ കഞ്ഞി കുടിപ്പിക്കുമെന്നും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുമെന്നുമുള്ള അശ്ലീലകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. EMS സർക്കാരിൻ്റെ വിപ്ലവകരമായ ഭൂപരിഷ്കരണ വിദ്യാഭ്യാസ നിയമങ്ങളാണ് ഇന്നത്തെ കേരളത്തിൻ്റെ വികസനത്തിനടിത്തറയിട്ടത്. 1956 തൃശ്ശൂരിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണ് കേരള വികസനത്തെ സംബന്ധിച്ച ഇടതുപക്ഷ സമീപനത്തിന് ജന്മം നൽകിയത്. കാർഷിക ബന്ധ നിയമം, വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിക്കേണ്ട നടപടികൾ, പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം വിശാലമായ ഒരു രൂപരേഖ തൃശ്ശൂർ സമ്മേളനത്തിൽ തയ്യാറാക്കുകയായിരുന്നു. ഡോക്ടർ KN കുറുപ്പ് അഭിപ്രായപ്പെട്ടതുപോലെ 30കളിലും 40കളിലും ഇവിടുത്തെ സംഘടിത പ്രസ്ഥാനങ്ങൾ ജന്മിത്വത്തിനും സാമ്പ്രായത്തിനുമെതിരായി അണിനിരന്നതിൻ്റെ ഫലമാണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം. കേരള സംസ്ഥാന പിറവിയോടെ വോട്ടവകാശം ലഭ്യമായ കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന മഹാഭൂരിപക്ഷവും തങ്ങളുടെ ആശയ്ക്കും പ്രതീക്ഷയ്ക്കും ജീവൻ നൽകാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞതാണ് ഒന്നാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പിറവിക്ക് നിമിത്തമായത്. അതാണ് സർവ്വപിന്തിരിപ്പന്മാരെയും പ്രകോപിപ്പിച്ചതും അവരുടെ നേതൃത്വമായ കോൺഗ്രസ് CAA പണം പറ്റി വിമോചന സമരം അഴിച്ചുവിടുന്നതിലേക്ക് എത്തിച്ചതും. 1959 നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ നിയമം ആദ്യമായി നിയമസഭയിൽ അവതരിപ്പിച്ചത് 1957 ഡിസംബർ 21-നാണ്. ശക്തമായ എതിർപ്പ് നിയമസഭക്കകത്തും പുറത്തും നേരിടേണ്ടി വന്ന കാർഷിക ബന്ധ ബില്ലിനോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നതെന്ന ശക്തമായ സന്ദേശം പൊതുസമൂഹത്തിന് നൽകുകയാണ് ആ ബില്ല്. കർഷകരോടും കർഷക തൊഴിലാളികളോടുമുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയിൽ നിന്നുണ്ടായതാണ് കേരളത്തിൻ്റെ വികസനത്തിനടിത്തറയിട്ട കാർഷിക ബന്ധ ബിൽ. അത് നിയമമാക്കുന്നതിന് തടസ്സം നിന്നവരാണ് കോൺഗ്രസ്സുകാർ, ലീഗുകാർ, അതുപോലെ തന്നെ ജനസംഘക്കാർ, ഇവിടുത്തെ സർവ്വ സാമുദായിക ശക്തികൾ. ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് വിമോചന സമരാനന്തരവും കേരളം മുന്നോട്ട് പോയത്. ഇന്ന് ഒരു നവകേരള നിർമ്മിതിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വീണ്ടും ഭരണത്തുടർച്ചയുണ്ടാകുമോ എന്ന ആശങ്കയിൽ സർവ്വ സമ്പന്ന വർഗങ്ങളും പഴയ ഫ്യൂഡൽ സാമൂഹ്യ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന പുത്തൻ സമ്പന്നരായിട്ടുള്ള വിഭാഗങ്ങൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ ബിസിനസ് ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ചേർന്നാണ് ഇന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് സർവ്വ മതവർഗീയ ശക്തികളെയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങേയറ്റം ക്ഷുദ്രമായ പ്രചരണങ്ങൾ നടത്തുന്നത്. ആ പ്രചാരവേലയുടെ ഭാഗമാണ് മാധ്യമത്തിൽ ജനുവരി 20-ാം തീയതി പ്രത്യക്ഷപ്പെട്ട സവർക്കർ EMS സർക്കാരിനെതിരായി നടന്ന വിമോചന സമരത്തിൽ EMS സർക്കാരിനെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എന്ന് പറയുന്ന ഈ ലേഖനം. ഇത്തരം മാധ്യമങ്ങളുടെ, വലതുപക്ഷ ശക്തികളുടെ, വർഗീയ തീവ്രവാദ ശക്തികളുടെ നിലപാടുകളെ തിരിച്ചറിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.